ഇന്ന് അല്പം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല നാടൻ സ്റ്റൈലൊരു ചെമ്മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ. അപ്പോൾ അതിനകത്ത് നമ്മൾ മാങ്ങയും അതുപോലെ അരപ്പെല്ലാം ചേർത്തിട്ടാണ് ഈ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് 2 വലിയ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 2 വലിയ സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കേണ്ടതില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ചൂടായതിന് ശേഷം നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തണിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ അരപ്പ് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം. നമുക്ക് ചെമ്മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള, അതേപോലെ ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ആവശ്യത്തിന് 2-3 സ്പൂൺ അരവ് ആവശ്യത്തിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് അരവ് കിട്ടുന്നത്, നല്ല തിക്കായിട്ട്. അത് 2-3 സ്പൂൺ ഇതിനകത്തേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഈ മസാലയിലേക്ക് ഒരു കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി തിളക്കുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. പുളിയുള്ള മാങ്ങയാകുമ്പോൾ ഒരു 2-3 കഷ്ണം മാങ്ങ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരവെല്ലാം തിളച്ച് വരുന്ന സമയത്ത് മാങ്ങയും അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിക്കാം. ഈ പരുവത്തിലേക്ക് അവസാനം നമുക്ക് കറി തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ ചെറിയ ചൂടിൽ വറുത്തരച്ച് ചേർത്തിട്ട് കറി വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ കറി നിങ്ങൾക്ക് കിട്ടും.